ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ കറണ്ട് എനർജിയും ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഡിസെപ്ഷൻ ആണ് കാണിക്കുന്നത്. സംവൺ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു മുഖം മൂടി അണിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ ചില സമയങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്നിരുന്നത്. അതായത് ചില സമയത്ത് നിങ്ങളെ വഞ്ചിക്കേണ്ടി വന്നിട്ടുണ്ട്, ചില സമയത്ത് നിങ്ങളെ പറ്റിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് അത് ഈ പേഴ്സന്റെ കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഓരോ സമയത്ത് ഓരോ എന്താ പറയാ, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ചില സമയത്ത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ആണ്, ഓരോരുത്തരുടെ അവസ്ഥയാണ്. ഇപ്പൊ ചിലവർക്ക് ചിലത് അങ്ങനെ ചെയ്തേ പറ്റൂ, ചിലപ്പോൾ പറ്റിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കള്ളം പറഞ്ഞേ പറ്റൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, കള്ളമായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരാള് ഫോൾസ് ആയിട്ടുള്ള ഒരു മുഖം മൂടി അണിഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അതൊന്നില്ലെങ്കിൽ നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സംവൺ ഈസ് വെയറിങ് എ ഫോൾസ് മാസ്ക് ആണ്. അത് കൂടുതൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ അത്രയും ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സത്യസന്ധമായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ചില സമയത്ത് നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ റെസ്റ്റ് ആൻഡ് റെജുവനേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട് തൻ്റെ സ്വന്തം തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ തനിക്ക് പറ്റിയത് എന്തൊക്കെയാണ്, തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ്, താൻ എന്തൊക്കെയാണ് തിരുത്തേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഈ പേഴ്സൺ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നമുക്കറിയാം ഒരു പേഴ്സൺ ഇവിടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തമായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഓറ എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പലതരത്തിലുള്ള തിരിച്ചറിവിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ ഒരു ശാന്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ദ 6 ഓഫ് റോസസ്, ദ വാർ ഓഫ് ദ റോസസ് ആണ്. അതായത് ഒരു യുദ്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഒരുപാട് കടന്നു വന്നിട്ടുണ്ട്. അതായത് ഇഷ്ടക്കേടുകൾ. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ടാകാം. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടും റിലീജിയൻ പരമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ, എതിർപ്പുകൾ, ഇഷ്ടക്കുറവ് ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകാം. അത് അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം, വിശ്വാസത്തിന്റെ പേരിലായിരിക്കാം, നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ ആ ഒരു പോരായ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ ഒരുമിച്ച് വരാത്തതിൻ്റെ ആ ഒരു പ്രശ്നം, അതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം കെട്ടടങ്ങുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർക്കിടയിൽ ആ ഒരു ഇഷ്ടക്കേടുകളുണ്ട്, അല്ലെങ്കിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കെട്ടടങ്ങുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആർക്കേഞ്ചൽ മെട്ടട്രോൺ ആണ്. മെട്ടട്രോൺ എന്ന് പറയുന്ന മാലാഖയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വിസ്ഡം അണ്ടർസ്റ്റാൻഡിങ് ആണ്. പരസ്പരം മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു അനുഗ്രഹമാണ് ഈ ഒരു ഏഞ്ചല് നിങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്നത്. അത് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. വളരെ അറിവോടുകൂടി, വളരെ ഒരു പക്വതയോട് കൂടി കാര്യങ്ങളെ കുറച്ചും കൂടി പക്വതയോട് കൂടി കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് പ്ലാനിങ് ആൻഡ് ആക്ഷൻ ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു പ്ലാനിങ്, ഒരു പദ്ധതി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി തയ്യാറാക്കണം എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം, ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയാ, ഇത് നടപ്പിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ എനർജി അത്രയും പെർഫെക്റ്റ് പ്ലാനിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആദ്യമൊക്കെ ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള രീതിയിൽ യാതൊരു തരത്തിലുമുള്ള പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കണം. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തീരുമാനിക്കാൻ പറ്റും, ഒരു കാര്യത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി ആണ്. അതായത് നിങ്ങളുടെ ആ ഒരു ജീവിത ചരിത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജീവചരിത്രം ഈ പേഴ്സണെ നന്നായിട്ട് അറിയാം. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ള ജീവിതമാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, ഓക്കെ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണ്, അതായത് ഈ പേഴ്സൺ അറിയാം നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, നിങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരുന്നു, നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, നിങ്ങൾ ഇപ്പോ നിൽക്കുന്ന സ്റ്റേജ് എങ്ങനെയാണ്, ഇതൊക്കെ ഈ പേഴ്സണ് അറിയാമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. കാരണം ഈ പേഴ്സന്റെ മനസ്സിലാണെങ്കിലും ഹൃദയത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നേക്കുന്ന ആളാണ്, അപ്പൊ നിങ്ങളെ അധികം വേദനിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ ആ ഒരു ലവ് സ്റ്റോറി, അതായത് ആ ഒരു ലൈഫ് സ്റ്റോറി, ജീവിത കഥ എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമേറിയതാണ്. അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ ഈ പേഴ്സൺ ഒരിക്കലും തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു അർത്ഥവും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ഒരു ഉത്കണ്ഠയുള്ള, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉള്ള, അല്ലെങ്കിൽ ഒരു കരുതലുള്ള ഒരു രീതിയായിട്ടാണ് കാണപ്പെടുന്നത്. സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം, മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് പെരുമാറാനായിരിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിരിക്കണം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സന് സ്വന്തമായിട്ട് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് കാണിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയി ജീവിച്ച് മതിയായിട്ടുള്ള ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഈ പേഴ്സണ് സ്വന്തമായിട്ട് എന്താ പറയാ, ഒരു തീരുമാനം എടുക്കാനും, സ്വന്തമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനും, സ്വന്തം ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്വന്തം കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നും സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടതെന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്കിവിടെ കുറച്ച് ക്ലൂസ് നോക്കാം. എന്തായാലും ഈ പേഴ്സന്റെ ഉദ്ദേശത്തിൽ നിങ്ങൾ നന്നായിട്ടുണ്ട്, നിങ്ങളുടെ സാന്നിധ്യം നന്നായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല.
ഹൈദരാബാദ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ 4 ഇയർ 4 വർഷത്തിൻ്റെ ഡിഫറൻസസ് മേ ബി ആയിരിക്കാം. മലപ്പുറം, ദെൻ സെപ്റ്റംബർ, ഓവർ കെയറിംഗ്, എറണാകുളം, തിരുവാതിര, വിത്തിൻ 3 months. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.